ഉറപ്പായിട്ടും ബി.ജെ.പി. വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളങ്ങനെ കണ്ണടച്ച് ചെറുത്തിട്ട് കാര്യമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആർ.എസ്.എസിൻ്റെ അജണ്ട, ഹിന്ദുത്വവാദികളുടെ അജണ്ട അവർ നടപ്പാക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്, പ്രതിപക്ഷം ഭയങ്കര ശിഥിലമാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് രാജ്യത്തെ ഭരിക്കാൻ മാത്രം ശക്തിയില്ല എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. മൂന്ന്, പ്രതിപക്ഷങ്ങളുടെ ഇടയിൽ ശക്തനായ ഒരു നേതാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെപ്പോഴും ശക്തരായ നേതാക്കന്മാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ കുറച്ച് ഏകാധിപതികളായാലും കുഴപ്പമില്ല, തങ്ങളുടെ നേതാവ് വളരെ ശക്തനായിരിക്കുന്നുണ്ട്, രാജ്യത്തെ ഭരിക്കുന്ന ആൾ ശക്തനാവണം എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. അത് ജനങ്ങളുടെ ഉള്ളിൽ രൂഢമായി കിടക്കുന്ന വിശ്വാസങ്ങളിൽ ഒന്നാണ്. അത് ലോകത്ത് എവിടെ നോക്കിയാലും നമുക്കറിയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഡിക്ക് തുല്യം നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ നിരയിലുള്ള മറ്റാർക്കും കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ വക കാരണങ്ങൾ കൊണ്ട്